പവറിന്റെ കാര്യത്തിൽ തീരുമാനത്തിലെത്തി BSNL. പേസ് ഡിജിടെക് സബ്സിഡറിക്ക് 94.35 കോടിയുടെ കരാർ നൽകിയിരിക്കുകയാണ് BSNL. നീണ്ട വർഷത്തെ സർവീസിനൊടുവിൽ കമ്പനി പൂട്ടുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL തങ്ങളുടെ ഇന്ത്യയിലുടനീളമുള്ള നെറ്റ്വർക്കുകളുടെ വൈദ്യുതി, എനർജി സ്റ്റോറേജ്, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. പേസ് ഡിജിടെക് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ ലിനേജ് പവർ പ്രൈവറ്റ് ലിമിറ്റഡിന് 94.35 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ കരാറിന്റെ ഭാഗമായി 25,000 ലിഥിയം അയൺ ബാറ്ററി മൊഡ്യൂളുകളും ഔട്ട്ഡോർ ഇൻഡോർ വിന്യാസത്തിനായി രൂപകൽപ്പന ചെയ്ത 2500 IP55 റേറ്റഡ് ഡിവൈസ് റാക്കുകളും ലിനേജ് പവർ BSNLന് നൽകും. BSNL നെറ്റ്വർക്കിന്റെ തടസ്സമില്ലാത്ത പ്രവർത്തനം ഉറപ്പാക്കാനും നിർണായകമായ പവർ ഇൻഫ്രാസ്ട്രക്ചർ 10 വർഷത്തേക്ക് സുഗമമായി പ്രവർത്തിക്കുന്നത് തുടരാനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ കരാറ്. ഈ പ്രൊജക്റ്റിൽ സമഗ്രമായ 5 വർഷത്തെ വാറണ്ടിയും തുടർന്ന് 5 വർഷത്തെ വാർഷിക അറ്റകുറ്റപ്പണിക്കായുള്ള കരാറും ഉൾപ്പെടുന്നുണ്ട്. കരാറിന്റെ ഭാഗമായി 300 AH മുതൽ 1200 AH വരെയുള്ള ശേഷിയുള്ള ബാറ്ററി ബാങ്കുകളായി ലൈനേജ് പവർ വിതരണം ചെയ്യുന്ന സിസ്റ്റങ്ങളെ കോൺഫിഗർ ചെയ്യും. ഇത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ടെലികോം സൈറ്റുകളുടെ പ്രവർത്തന ആവശ്യങ്ങളെ തന്നെ പിന്തുണയ്ക്കുന്നതുമാണ്. സർക്കാരിന്റെ കർശന നിയമം ഉള്ളതുകൊണ്ട് തന്നെ ഈ കരാറിന് കീഴിൽ വിതരണം ചെയ്യുന്ന എല്ലാ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റങ്ങളും ട്രസ്റ്റഡ് ടെലികോം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രാജ്യത്തെ എല്ലാ നിർണായക ടെലികോം ഇൻഫ്രാസ്ട്രക്ചറുകളും ട്രസ്റ്റഡ് ടെലികോം പോർട്ടലിന്റെ അംഗീകാരം നേടണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുമുണ്ട്. സൈബർ ആക്രമണങ്ങളുടെ ഇക്കാലത്ത് ഒരു സൈബർ യുദ്ധവും ഇന്ത്യയെയോ അതിൻ്റെ പവർ ഗ്രിഡുകളെയോ ആശയവിനിമയ ലൈനുകളെയോ ബാധിക്കാതിരിക്കാനാണ് എല്ലാ നിർണായക ടെലികോം ഇൻഫ്രാസ്ട്രക്ചറുകളും ട്രസ്റ്റഡ് ടെലികോം പോർട്ടലിന്റെ അംഗീകാരം നേടണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ ഭാഗമായി എല്ലാ ചൈനീസ് വെണ്ടർമാരെയും നെറ്റ്വർക്കിൽ നിന്ന് നീക്കം ചെയ്യും. BSNLുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തുവന്ന മറ്റൊരു വാർത്ത 23,000-ലധികം 4G സൈറ്റുകൾ കൂടി BSNL ഉടൻ പുറത്തിറക്കും എന്നതായിരുന്നു. 4G വ്യാപനത്തിന്റെ ഭാഗമായി 1 ലക്ഷം ടവറുകൾ ഇൻസ്റ്റാൾ ചെയ്തതിൽ നിലവിൽ 97,000-ഓളം 4G സൈറ്റുകൾ പ്രവർത്തനക്ഷമമാണ്. ഇതുകൂടാതെ 23,000-ലധികം ബേസ് ട്രാൻസ്ഫർ സ്റ്റേഷനും ഇൻസ്റ്റാൾ ചെയ്യാൻ BSNL ശ്രമിക്കുന്നുണ്ട്. BSNL തങ്ങളുടെ സർവീസ് നിർത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സജീവമായിരുന്നു. എന്നാൽ അതിനൊക്കെ പിന്നാലെയാണ് BSNLന്റെ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. മറ്റ് ടെലികോം കമ്പനികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടിലാണ് BSNL ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.